മുടി കൊഴിച്ചിലിനും താരനും ചെറുപ്രായത്തിലെ മുടി നരയ്ക്കുന്നതിനും പ്രധാനമായിട്ടും ആളുകൾ ഉപയോഗിച്ചു പോന്നിരുന്ന ഒരു എണ്ണയാണ് ആവണക്കെണ്ണ. പണ്ട് മുതലേ പഴമക്കാർ പോലും പറയാറുണ്ട് കറുത്ത് നല്ല ഇടതൂർന്ന മുടി കിട്ടാനായിട്ട് അല്ലെങ്കിൽ നല്ല വിടർന്ന കൺപിരികങ്ങളൊക്കെ കിട്ടാനായിട്ടും കൺപീലികളൊക്കെ ഉണ്ടാവാനായിട്ടും നമ്മൾ ആവണക്കെണ്ണ തേച്ചാൽ മതി ദിവസവും എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയുടെ ആ ഒരു കറുപ്പിനും അല്ലെങ്കിൽ മുടി നന്നായിട്ട് വളരാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ. അതുകൊണ്ട് തന്നെ നമുക്ക് അകാല നര പോലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ആവണക്കെണ്ണയും അല്ലെങ്കിൽ അതിൻ്റെ ആവണക്ക് എന്ന ഒരു ചെടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, ആവണക്കിൻ്റെ ചെടിയിലെ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അത് വെച്ചിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് ഇന്ന് ചെയ്യുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട്, അതും കൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക. പ്രധാനമായിട്ടും ആവണക്കിൻ്റെ ഇലയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആവണക്കിൻ്റെ ഇല ഇതിന് മാത്രമല്ല ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളൊരു ഇലയാണ്. ആവണക്കിൻ്റെ ചെടി രണ്ട് വിധമുണ്ട്, വെളുത്ത ആവണക്ക്, ചുവന്ന ആവണക്ക്. വെളുത്ത ആവണക്ക് എന്നാൽ ഇലയും തണ്ടും പച്ച കളറായിരിക്കും. അതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. വെളുത്ത ആവണക്കിന് ചിറ്റാവണക്ക് എന്ന പേരുണ്ട് കേട്ടോ. ആവണക്കിൻ്റെ ഇല സന്ധിവീക്കം, വാതരോഗം എന്നിവയ്ക്കൊക്കെ കിഴി കെട്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ആവണക്ക് എണ്ണക്കുരു എന്ന നിലയിൽ ഇന്ത്യയിൽ വ്യാപകമായിട്ട് പല സ്ഥലത്തും കൃഷി ചെയ്തു വരുന്ന ഒരു ചെടിയാണ്. ഇത് 2 തൊട്ട് 4 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ്. ഇതിൻ്റെ ഇലകൾ കുറച്ച് പാളി പോലെ ഇതുപോലെ വിടർന്ന് നിൽക്കുന്ന ടൈപ്പ് ചെടിയാണ്. ആവണക്ക് ചെടിയിലും അതുപോലെ ആവണക്കിൻ്റെ ആ കുരുവിൽ നിന്നുണ്ടാകുന്ന എണ്ണയിലും ഒക്കെ ധാരാളമുള്ളത് റിസിനോളിക് ആസിഡും ലിനോലിക് ആസിഡുമാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും റിസിനോളിക് ആസിഡ് മുടിക്ക് നല്ല കറുപ്പ് നൽകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. 4-5 ആവണക്കിൻ്റെ ഇല ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ തണ്ട് വേണ്ട. വളരെ പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ ഔഷധ എണ്ണ എന്ന ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ യൂസ് ചെയ്യുന്ന ഒരു സസ്യമാണ് ആവണക്ക്. ഇപ്പോൾ വാതരോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ ഇലയോ അല്ലെങ്കിൽ ആവണക്കിൻ്റെ എണ്ണയൊക്കെ ഒരുപാട് നല്ലതാണ്. ആവണക്ക് പൊതുവേ ഉഷ്ണ സ്വഭാവമുള്ളൊരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവണക്കെണ്ണ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഹോട്ട് ഓയിൽ കാറ്റഗറിയിൽ പെട്ടതാണ്. ഡയറക്റ്റ് ചൂടാക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പനിക്കൂർക്ക ഇല കൂടി ചേർക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് ചതച്ചെടുക്കാം. നമ്മുടെ കാലിലൊക്കെ ജോയിൻറ്റ് അല്ലെങ്കിൽ കൈകളിലെ കാലുകളിലെ ജോയിൻറ്റിലുള്ള വേദനയൊക്കെ മാറണമെങ്കിൽ ഈ ആവണക്കിൻ്റെ ഇല തന്നെ എടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ചൂടാക്കിയിട്ട് ചെറിയ ചൂടോട് കൂട്ടിയിട്ട് അതവിടെ വെച്ച് കെട്ടിയാൽ മതി. മുടി കറുപ്പിക്കാൻ മാത്രമല്ല, ആവണക്കെണ്ണയുടെ ഈ നീരിന് കുറച്ച് ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ അറ്റം പിളരുന്നത് തടയാനായിട്ട് ഈ ഒരു നീര് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മുടിയുടെ അറ്റം പിളരുന്ന, മുടി വരണ്ടൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു ഹെയർ ആണെങ്കിലും ഇത് ഒത്തിരി നല്ലതാണ്. കൂടാതെ ഇതിന് ആൻറ്റി ഫംഗൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് താരനും മറ്റു മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്ന ബാക്ടീരിയ, ഫംഗസ് ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സ്കാൽപ്പിന് ഒരു പ്രൊട്ടക്ഷൻ, ഓവറോൾ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആവണക്കിൻ്റെ ഇലയും ആവണക്കിൻ്റെ എണ്ണയും. നമുക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആവണക്കിൻ്റെ എണ്ണയാണ്. ആവണക്കിൻ്റെ ഈ ഇലയുടെ നീര് ശരിക്കും ഡൈയിൽ മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാം, ഹെയർ ഡൈയിൽ മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുക. നമുക്ക് ഇതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു താളിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ താളിയിലേക്ക് ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ മുടി നല്ല കറുത്ത രീതിയിൽ മുടി നന്നായിട്ട് കറുപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ബാക്കി മുടിക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ നീരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാൻ പറ്റുന്നത് ഒന്നില്ലെങ്കിൽ ഹെന്നയോ അല്ലെങ്കിൽ നീലാമരിയോ, നിങ്ങളുടെ സ്കാൽപ്പിന് ഏതാണോ നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് തോന്നുന്നത്. ചില ആൾക്കാർക്ക് ഹെന്ന പിടിക്കാറില്ല, ചിലർക്ക് നീലാമരി പിടിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നെല്ലിക്ക പൊടിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിപ്പോൾ ഹെന്നയാണ് ഉപയോഗിക്കുന്നതിനകത്തേക്ക് മിക്സ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഇപ്പോൾ ഹെന്ന പൗഡർ എടുക്കുമ്പോൾ ഇത്ര കൃത്യമായിട്ടുള്ള ഒരു അളവൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുക. അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന നീരിനനുസരിച്ചിട്ട് എടുക്കാം.
ഞാനിവിടെ നീരും ഹെന്ന പൗഡറും ചേർത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് തേയിലവെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു ലിക്വിഡും കൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈയിൽ നിങ്ങൾ എല്ലാം കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഈ നീരിൻ്റെ കൂടെ ഹെന്ന പൗഡറും നീലയമരിയും നെല്ലിക്കാപ്പൊടിയും എല്ലാം കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി. കാരണം കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് ഇതിലുള്ള ആ നീരിൻ്റെ ഒരു ഗുണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം കൂടി വാരി വലിച്ച് എല്ലാ പൊടിയും കൂടെ ചേർത്തിട്ട് എടുക്കുകയൊന്നും വേണ്ട. കുറച്ച് തേയില വെള്ളം ഇതുപോലെ തിളപ്പിച്ച് അതിൻ്റെ ആ നീരും കൂടെ ചേർക്കുക അതിനകത്തേക്ക്. ഇത് ചൂടാക്കുകയൊന്നും വേണ്ട. ഇത് വെറുതെ കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ ഒരു ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല ഇത് അയണിൻ്റെ ചീനച്ചട്ടിയാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആകുമ്പോഴേക്കും കുറച്ചും കൂടെ ആ ഒരു ഇരുമ്പിൻ്റെ സത്ത് അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും എന്താ പറയുക, കുറച്ച് നേരം വെക്കുക. ഒരു മണിക്കൂർ അങ്ങനെ തന്നെ അടച്ച് വെക്കുക. ആ ഒരു സമയം കൊണ്ട് അത് നന്നായിട്ട് കളർ മാറി ഒരു ഹെയർ ഡൈ ആയിട്ട് നമുക്ക് കിട്ടും. 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്കത് എടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആവണക്കെണ്ണ ഒരു ഹോട്ട് ഓയിൽ കാറ്റഗറിയിൽ പെട്ടതാണ്. ആവണക്കിൻ്റെ ഇലയോ അല്ലെങ്കിൽ അതിൻ്റെ വേരൊക്കെ ഒരു ഉഷ്ണ സ്വഭാവമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തലനീരിറക്കമൊക്കെ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് തലനീരിറക്കമൊക്കെ വരാനായിട്ട് ചെറിയ ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടില്ല, ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ഭാഗം ആദ്യം ഒന്ന് തലയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഹെയർ ഡേ 1 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്ന ആ സമയത്ത് കുറച്ച് ആവണക്ക എണ്ണയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ആവണക്കെണ്ണ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പിന്നീട് ഇത് ചൂടാക്കുകയൊന്നും വേണ്ട. ഇത് ഡയറക്റ്റ് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഇതൊരു 20 മിനിറ്റിൽ കൂടുതൽ മുടിയിൽ വെക്കേണ്ട കാര്യവുമില്ല. അത് കഴിഞ്ഞിട്ട് നോർമലി നമ്മൾ ഏതെങ്കിലും ഷാമ്പൂ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ടോ അത് കഴുകി കളയാവുന്നതാണ് കേട്ടോ. ഇത് അടുപ്പിച്ചൊരു 2-3 ഡേയ്സ് ഉപയോഗിക്കുക. പിന്നെയും നമ്മൾ അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ 20 മിനിറ്റ് മാക്സിമം 20 മിനിറ്റ് ഒക്കെ വെക്കേണ്ട കാര്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് നോർമലായിട്ടും നമ്മൾ ഏതെങ്കിലും ഷാമ്പൂ അല്ലെങ്കിൽ താളിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് ഹെയർ വാഷ് ചെയ്തെടുത്താൽ മതി. അതുപോലെ കഴിയുന്നതും പകൽ സമയത്ത് ഉപയോഗിക്കുക. വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാത്രി സമയത്തോ ഒന്നും ഇത് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് കുറേ നേരം വെച്ച് അങ്ങനെ ഇരിക്കരുത്. പകൽ സമയത്ത് തന്നെ ഇത് ഉപയോഗിച്ചിട്ട് കഴുകി കളയാം.